കോൺഗ്രസ് നേതാക്കളെ ബിജെപിയിലെത്തിക്കാൻ പ്രകാശ് ജാവദേക്കർ ശ്രമിച്ചുവെന്ന വിവാദ ദല്ലാൾ ടി.ജി. നന്ദകുമാർ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് എന്നാണ് വെളിപ്പെടുത്തൽ. പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ശ്രമിച്ചുവെന്നും ടി.ജി. നന്ദകുമാർ 24നോട് പറഞ്ഞു. പ്രകാശ് ജാവദേക്കർ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടാ, ഈ നന്ദകുമാറുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്നാണ്. എന്നെ അദ്ദേഹം കുമാറിനെ വിളിക്കണം, പിന്നെ നന്ദകുമാർ എന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കണം. അദ്ദേഹം ക്രൈം നന്ദകുമാറാണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. അദ്ദേഹത്തിന് എനിക്കറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നു ചർച്ച? എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ടാക്സി കയറി കുറച്ചിട വരെ ഞങ്ങൾ യാത്ര ചെയ്തു. അദ്ദേഹം ചോദിച്ചു, CPM എങ്ങനെ വല വീശാൻ? ഞാൻ പറഞ്ഞു, വെറുതെ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരു വല വീശലിനും ഇവിടത്തെ ആരും വശംവദരാവൂല. കാരണം കേരളത്തിൽ വല വീശലിന് വിധേയനായാൽ അവർ ഒറ്റപ്പെട്ടു പോകും. നിങ്ങളുടെ സംവിധാനത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആളെ കിട്ടാൻ പാടാണ്. ഒരുമിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞങ്ങൾ മുരളി അപ്രോച്ച് ചെയ്തു, കെ മുരളീധർ കുഞ്ഞാലിക്കുട്ടിയെ ഒരു വനിതാ തീപ്പൊരി വഴി ശ്രമം നടത്തി. രമേശ് ചെന്നിത്തല ഓപ്പോസിഷൻ പോയി വിഷമിച്ചപ്പ മുട്ടി നോക്കി, പക്ഷെ ഒന്നും തുറക്കപ്പെട്ടില്ല. ഞങ്ങൾ തുറക്കണമെങ്ങനെ? അവരനാഥരാവൂലേ? അനിൽ ആന്റണിക്കെതിരായ കോഴയാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ടി.ജി. നന്ദകുമാർ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ അനിൽ ആന്റണി എൻ്റെ പണം വാങ്ങി അശോക് ഹോട്ടലിൽ വെച്ചു. അശോക് ഹോട്ടലിലെ സാഗരത്ന എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് പുറത്ത് AKANയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡൽഹി പോലീസുകാരനെയും കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുപോയി. അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജുകൾ, അദ്ദേഹം എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തത് ഞാൻ പണം ചോദിച്ചപ്പോൾ, കാലഘട്ടങ്ങൾ, അതൊന്ന് സീരിയൽ ബേസ് ആക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. AKANയുടെ പേരൊന്നും ഞാൻ പറയൂല, കാരണം ഞാൻ AKANയായിട്ട് ഇന്നേ വരെ ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ടില്ല. AKANണി എന്ന മനുഷ്യനെ എനിക്കറിയാന്നുള്ളത് എന്നെ AKANണിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ വലിച്ചൊഴിക്കില്ല. പക്ഷെ AKANനെ ഉപജീവനത്തിന് ഉപയോഗിച്ച് വിറ്റ് കാശാക്കിയ ആളാണ് അനിൽ ആന്റണി. ഇക്കാലത്തും വിവാദ പരാമർശങ്ങളാണ് ടി.ജി. നന്ദകുമാർ നടത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ടി.ജി. നന്ദകുമാർ 24നോട് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ഒപ്പം സ്ഥാനാർത്ഥികളെയും നേതാക്കളെ സംബന്ധിച്ചും നന്ദകുമാറിന്റെ ആരോപണങ്ങളും ഒപ്പം വെളിപ്പെടുത്തലും ഏറെ തലവേദന ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.